സോ കെമിസ്ട്രി ഓഫ് വിഷൻ നോക്കിക്കേ. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൽ നോക്കിക്കൊണ്ടിരിക്കണം, എന്നെ നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, വേണ്ട ആൾക്കാർക്ക് അത് കണ്ടോളും. നിങ്ങൾ നോക്കേണ്ടതായിരുന്നു പറഞ്ഞാൽ കെമിസ്ട്രി ഓഫ് വിഷൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കാണാൻ നമ്മളെ സഹായിക്കുന്ന 2 പിഗ്മെൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ 2 ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? റോഡ് സെൽസും കോൺ സെൽസും. അതിൻ്റെ അകത്ത് പിഗ്മെൻറ്റുകളുണ്ടെന്ന് പറഞ്ഞായിരുന്നു. റോഡ് സെല്ലിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻ്റെ പേര് റോഡോപ്സിനും കോൺ സെല്ലിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻ്റെ പേര് ഫോട്ടോപ്സിൻ അഥവാ അയോഡോപ്സിനുമാണെന്ന് പറഞ്ഞായിരുന്നു. ഇനിയും ഈ 2 സാധനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ലൈറ്റിൻ്റെ പ്രസൻസിൽ എന്തൊക്കെയായിട്ട് മാറും? റെറ്റിനലും ഓപ്സിനുമായിട്ട് മാറും. ലൈറ്റിൻ്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും? അപ്പോൾ റോഡോപ്സിനും ഫോട്ടോപ്സിനും ഈ 2 പിഗ്മെൻറ്റുകളും അതിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് അത് എന്തൊക്കെയായിട്ട് മാറും? റോഡോപ്സിനും ഫോട്ടോപ്സിനുമായിട്ട് മാറും. ഓർത്തെ, ഇങ്ങനെ ഇരുന്ന റോഡോപ്സിൻ എന്ന് പറഞ്ഞ സാധനം എന്തൊക്കെയായിട്ട് മാറി? റെറ്റിനലും ഓപ്സിനുമായിട്ട് മാറി. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഇമ്പൾസുകളുണ്ടാവും. ആ ഇമ്പൾസാണ് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? സെറിബ്രത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അത് എത്തിക്കഴിയുമ്പോഴത്തേക്കിനാണ് നമുക്ക് കണ്ടു എന്നൊരു ഫീലിംഗ് നമുക്ക് ക്രിയേറ്റഡ് ആകുന്നത്. നോക്കാവേ, 2 പിഗ്മെൻറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഏതൊക്കെ പിഗ്മെൻ്റ് ഉണ്ട്? റോഡോപ്സിനും ഉണ്ട്, ഫോട്ടോപ്സിനും ഉണ്ട്. 2ലേക്കും ലൈറ്റ് വന്ന് വീഴുമ്പോൾ അത് എന്തൊക്കെയായിട്ട് മാറുക? റെറ്റിനലും ഓപ്സിനുമായിട്ട് മാറുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, തിരിച്ചു ആരോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാ? റെറ്റിനലും ഓപ്സിനും ലൈറ്റിൻ്റെ പ്രസൻസിൽ എന്തൊക്കെയായിട്ട് വീണ്ടും കൂടിച്ചേരാറുണ്ട്? റോഡോപ്സിനും ഫോട്ടോപ്സിനുമായിട്ട് മാറാറും ഉണ്ട്. In the presence of light, pigment present in photoreceptors dissociate. അണ്ടർലൈൻ ചെയ്തേ, ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഫോട്ടോറിസെപ്റ്റേഴ്സിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റുകൾ എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. എന്താ ഡിസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? സ്പ്ലിറ്റ് ആവും. എന്തൊക്കെയായിട്ടാണ് മാറുന്നത്? റെറ്റിനലും റെറ്റിനലും. ദിസ് കെമിക്കൽ ചേഞ്ച് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമ്പൾസ്. ഈ കെമിക്കൽ ചേഞ്ചിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാകുന്നു? ഇമ്പൾസുകൾ. കുറച്ച് മുമ്പ് ഞാനും അതല്ലേ പറഞ്ഞേ, ഈ റോഡോപ്സിൻ എന്ന് പറഞ്ഞ സാധനം റെറ്റിനലും ഓപ്സിനുമായിട്ട് മാറുമ്പം അതിൻ്റെ കൂടെ എന്തുകൂടെ ഉണ്ടാവും? ഇമ്പൾസുകളൂടെ ഉണ്ടാവും. ആ ഇമ്പൾസുകളാണ് എങ്ങോട്ട് ചെല്ലുന്നത്? സെറിബ്രം അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് ചെല്ലുന്നത്. ദീസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ സെറിബ്രം ത്രൂ ഒപ്റ്റിക് നെർവ് ആൻഡ് ദസ് ഇനേബിൾ വിഷൻ. ഈ ഇമ്പൾസുകളാണ് ഒപ്റ്റിക് നെർവിലൂടെ എങ്ങോട്ട് എത്തുന്നത്? സെറിബ്രത്തിലോട്ട് എത്തുന്നതും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങളെ കാണാനായിട്ട് പറ്റുകയും ചെയ്യും. ക്ലിയർ ആണോ? എന്താ പറഞ്ഞതെന്ന് പ്രത്യേകം ഓർത്തേ. ലൈറ്റിൻ്റെ പ്രസൻസിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. റെറ്റിനലും ഓപ്സിനും പറഞ്ഞ 2 പിഗ്മെൻറ്റുകൾ ചേർന്നാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? റോഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ടാക്കിയിട്ടുള്ളത്. ലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ പറഞ്ഞ റോഡോപ്സിനും ഫോട്ടോപ്സിനും ഡിസോസിയേറ്റ് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറും? റെറ്റിനലും ഓപ്സിനുമായിട്ട് മാറും. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്ന ഓരോ വട്ടത്തിലും അല്ലെ ഓരോ സമയത്തിലും എന്തുണ്ടാകുന്നുണ്ട്? ഇമ്പൾസുകൾ ഉണ്ടാകുന്നുണ്ട്. ആ ഇമ്പൾസുകൾ എങ്ങോട്ട് ചെല്ലുന്നുണ്ട്? ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ സെറിബ്രത്തിലോട്ട് ചെല്ലുന്നുണ്ട്. ഇനി നോക്കിയേ, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ദ സെൻസ് ഓഫ് സൈറ്റ് ഗിവൺ ബിലോ. ഇനിയും കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ലൈറ്റ് വന്ന് പതിക്കുന്നത് എങ്ങോട്ടാ? കണ്ണിൽ കോർണിയ. ആദ്യം ലൈറ്റ് വന്ന് പതിക്കുന്നത് എങ്ങോട്ടാ? കോർണിയ. അതിനുശേഷം കോർണിയ കഴിഞ്ഞിട്ടുള്ള വലിയൊരു ക്യാവിറ്റി ഉണ്ടായിരുന്നല്ലോ, അതേതാ? കോർണിയ കഴിഞ്ഞിട്ടുള്ള ക്യാവിറ്റിയുടെ പേരെന്നാ? അതാണ്ട് ഇവിടെ പടത്തിലുണ്ട്. ഇത് കോർണിയ. കോർണിയ കഴിഞ്ഞുള്ള എന്തുവാ? അക്യൂസ് ഹ്യൂമറിലോട്ട് ചെല്ലുന്നു. അവിടെ നിന്ന് എങ്ങോട്ടാണ് ചെല്ലുന്നേ? ഈ നടുക്കുള്ള ഭാഗം ഉണ്ടല്ലോ, ചെറിയ കിഴുത്ത, എന്തുവാ? പ്യൂപ്പിളിലേക്ക് ചെല്ലുന്നു ലൈറ്റ്. അതിനുശേഷം പ്യൂപ്പിൾ കഴിഞ്ഞ് അടുത്ത തന്നെ ലെൻസ്. പ്യൂപ്പിൾ കഴിഞ്ഞ് എങ്ങോട്ടാണ് ചെല്ലുന്നേ? എടാ ബുദ്ധിത്തരം പറയല്ല, നോക്കി വായിക്കും, മര്യാദയ്ക്ക് വായിക്കും. പ്യൂപ്പിൾ കഴിഞ്ഞ് എങ്ങോട്ടാണ് വരുന്നത്? അവൻ ഇതാ വായിച്ചേ. പ്യൂപ്പിൾ കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് വരുന്നത്? ലെൻസ് കഴിഞ്ഞ് എങ്ങോട്ട് പോകും? വിട്രിയസ് ഹ്യൂമറാണ്. വിട്രിയസ് ഹ്യൂമർ കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? റെറ്റിനയിൽ നിന്നും അങ്ങോട്ട് ഇമ്പൾസുകൾ ഉണ്ടാകുന്നു. ആ ഇമ്പൾസിനെ ഒപ്റ്റിക് നെർവ് എങ്ങോട്ട് കൊണ്ടുവന്നു? സെറിബ്രത്തിലോട്ട്. അപ്പോൾ വിഷൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് തന്നെ ഒന്ന് പറയാൻ നോക്കാം. അത് നോക്കി കോപ്പി അടിക്കാനല്ല, അല്ലാതെ ഒന്ന് പറയാവേ. ആദ്യം എന്താ? ഫസ്റ്റ് ലൈറ്റ് എങ്ങോട്ട് വന്ന് വീഴുന്നു? കോർണിയയിലോട്ട് വന്ന് വീഴുന്നു. എങ്ങോട്ടാണ് ലൈറ്റ് വന്ന് വീഴുന്നത്? കോർണിയയിലോട്ട് വന്ന് വീഴുന്നു. കോർണിയയ്ക്ക് ശേഷം ലൈറ്റ് എങ്ങോട്ട് ചെല്ലുന്നു? അക്യൂസ് ഹ്യൂമറിലോട്ട് ചെല്ലുന്നു. അക്യൂസ് ഹ്യൂമറിന് ശേഷം എങ്ങോട്ടാണ് വരുന്നത്? പ്യൂപ്പിളിലോട്ട് വരുന്നു. പ്യൂപ്പിളിന് ശേഷം ലെൻസിന് ശേഷം വേറൊരു വലിയ അറ. ഏതാ? അറയല്ല, അതിൻ്റെ അകത്തൊരു ലിക്വിഡ് ഉണ്ട്. എന്താ? വിട്രിയസ് ഹ്യൂമർ. അതിനുശേഷം റെറ്റിന. അതിനുശേഷം ഒപ്റ്റിക് നെർവ്. അതിനെ എങ്ങോട്ട് കൊണ്ടുവന്നു?
എന്താ സംഭവം? അതിനുശേഷം ഇമ്പൾസ് ഉണ്ടാകുന്നു. ആ ഇമ്പൾസിന് ഒപ്റ്റിക് നെർവ് എങ്ങോട്ടാണ് കൊണ്ടുവന്നേ? സെറിബ്രത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? വിഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ഇപ്പം തന്നെ ഒന്ന് പഠിച്ചേ. എന്തുവാ സെൻസ് ഓഫ് വിഷനുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞേ? ലൈറ്റ്, കോർണിയ, അക്യൂസ് ഹ്യൂമർ, പ്യൂപ്പിൾ, ലെൻസ്, വിട്രിയസ് ഹ്യൂമർ, റെറ്റിന, ഇമ്പൾസ്, ഒപ്റ്റിക് നെർവ്, സെറിബ്രം. ക്ലിയർ ആണോ? ഓക്കെ, 1 മിനിറ്റ് തരാം, അത് പെട്ടെന്ന് പഠിച്ചേ എല്ലാവരും. ഞാൻ ഇപ്പോൾ ചോദിക്കും ഒരാളോടെ. പെട്ടെന്ന് പഠിച്ചേ. ഫ്ലോ ചാർട്ട് ഈ ചാപ്റ്ററിലെ മെയിനാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫ്ലോ ചാർട്ട് എക്സാമിന് ഉറപ്പായിട്ടും വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നത് ടേസ്റ്റിൻ്റെ ഫ്ലോ ചാർട്ടും സ്മെല്ലിൻ്റെ ഫ്ലോ ചാർട്ടും കൂടെ കമ്പൈൻ ചെയ്താൽ, പക്ഷേ എഴുതാൻ പറഞ്ഞത് ടേസ്റ്റിൻ്റെ ആയിരുന്നു. പക്ഷേ അവന്മാർ എന്നെ കാണിച്ചതെന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ടു. അപ്പോൾ അത് കണ്ട പിള്ളേർ ഓർത്തു 2ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതുന്നു. പിള്ളേർ 2 എഴുതി വെച്ചു. അതിന് മാർക്ക് കുറച്ചിട്ടുള്ള ടീച്ചർമാർ വരെ ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് വായിച്ചോണം. എല്ലാ ഫ്ലോ ചാർട്ടും പഠിച്ചുകൊണ്ട് കയറിക്കോണം. ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് വരുമ്പോൾ 2 മാർക്ക് 3 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പഠിച്ചോ? ഓക്കെ, ആൽവിൻ പറഞ്ഞേ, പെട്ടെന്ന് പറ. അവൻ കോർണിയ എന്ന് പറഞ്ഞ തെറ്റല്ലേ? തുടക്കം കോർണിയ അല്ലല്ലോ. ആദ്യം എന്താ വന്ന് വീഴുന്നേ? ലൈറ്റ് കോർണിയ. ശരിയാണോ? പൾപ്പ് കഴിഞ്ഞ പ്രാവശ്യം പല്ലിൻ്റെ അകത്ത് പഠിച്ച സാധന. പൾപ്പ്. പ്യൂപ്പിള്. ഇതിന്റെ പൾപ്പാണോടാ? പൾപ്പ് പല്ലിൻ്റെ അകത്താ. പ്യൂപ്പിള്. പിന്നെ പ്യൂപ്പിള് കഴിഞ്ഞാൽ തന്നെ ലെൻസ്. ലെൻസ് കഴിഞ്ഞ എന്നാ? വിഷ്ണു. വിട്രിയസ്. സെൻസ് ഓഫ് ലൈറ്റ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കണ്ടില്ലായിരുന്നല്ലേ? കാണത്തില്ല. ഈത്തം വായിച്ചേ, പറഞ്ഞേ. ഫ്ലോ ചാർട്ട്. തിമോത്തി പറയടാ. കോർണിയ ചുമ്മാ കോർണി അങ്ങ് തുറന്ന് പിടിക്കുമല്ലേ. അങ്ങോട്ട് എന്നാ വരുന്നേ? ലൈറ്റ്. ആ പ്യൂപ്പിള് ലെൻസ്. അടുത്ത ഹ്യൂമർ എന്നാ?
അടുത്തിലോട്ട് പോയിക്കോട്ടെ, പഠിച്ചല്ലോ. നെക്സ്റ്റ്, ബൈനോക്കുലർ വിഷൻ. എന്താ ബൈനോക്കുലർ വിഷൻ? നിങ്ങൾ ബൈനോക്കുലർ വെച്ച് കാണുമ്പം അതിനെ 2 ഐ പീസിലൂടെയല്ലേ നോക്കുന്നത്, അല്ലാതെ ഒരൊറ്റ എണ്ണത്തിലൂടെ മൊത്തം നോക്കുമല്ലോ. 2ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ പോലും, പക്ഷെ അകത്ത് കാണുന്ന സാധനം എങ്ങനെയാണ് കാണുന്നത്? ഒറ്റ ഇതായിട്ടല്ലേ, ഒരു ഫ്രെയിമായിട്ടല്ലേ കാണുന്നത്. ഇപ്പോഴും ഞാൻ ഇതടച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ കണ്ണിലൂടെ ഇത്രയും പേരെ കാണാൻ പറ്റും. ഇതടച്ചു കഴിഞ്ഞാൽ ഇത്രയും പേരെ ഒറ്റ കണ്ണിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? നടുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വെച്ച പോലെ വല്ലതും തോന്നുന്നുണ്ടോ? 2 കണ്ണിലല്ലേ കാണുന്നത്, പക്ഷെ എവിടെയെങ്കിലും നടുക്ക് വെച്ച് മുറിയുന്നുണ്ടോ? ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം എനിക്ക് കാണാൻ പറ്റും, ഇവിടം കൊണ്ട് തീർന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം എനിക്ക് കാണാൻ പറ്റും. പക്ഷേ 2 കണ്ണിലും നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്? നിങ്ങളുടെ എല്ലാവരുടെയും ഇമേജ് എൻ്റെ 2 കണ്ണിലും ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിച്ചേ, എൻ്റെ ലെഫ്റ്റ് ഐയിലും റൈറ്റ് ഐയിലും നിങ്ങളുടെ എന്തുണ്ടാകുന്നുണ്ട്? ഇമേജ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എൻ്റെ ബ്രെയിൻ അതിനെ 2 കണ്ണായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യിക്കുന്നത്. എന്തായിട്ട് തന്നെയാണ്? ഒറ്റ ഇതായിട്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? ഫീല് ചെയ്യുന്നത്. അങ്ങനെ 2ആയിട്ട് കാണുന്ന ഇമേജുകളെ ഒറ്റയായിട്ട് മാറ്റിയെടുക്കാനുള്ള ബ്രെയിനിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണെന്ത്? ബൈനോക്കുലർ വിഷൻ. എന്താ അതിൻ്റെ പേര്? ഓക്കെ, നമുക്ക് ബൈനോക്കുലർ വിഷൻ എന്താണെന്ന് നോക്കാം. Aren't 2 images of same object formed in our eyes? നോക്കിക്കേ, ഒരേ വസ്തുവിൻ്റെ 2 ഇമേജുകൾ നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന്? ഉണ്ട്. ലെഫ്റ്റ് ഐയും ഉണ്ടാക്കുന്നുണ്ട്, റൈറ്റ് ഐയും എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ എനിക്ക് ഈ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ലെഫ്റ്റ് ഐ കൊണ്ടും ഞാൻ കാണുന്നുണ്ട്, റൈറ്റ് ഐ കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അപ്പം ഇതിൻ്റെ തന്നെ എത്ര ഇമേജ് എൻ്റെ കണ്ണിൽ വരുന്നുണ്ട്? 2 ഇമേജ് എവിടെ വരുന്നുണ്ട്? എൻ്റെ കണ്ണിൽ വരുന്നുണ്ട്. ഹൗ ഡസ് ദിസ് ഹാപ്പൻ? ബട്ട് വി സി ഓൺലി 1 ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മൾ 2 ഇമേജ് നമ്മുടെ കണ്ണിലോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് എന്തായിട്ടാ? ഒറ്റ ഇമേജ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാനായിട്ട് പറ്റുന്നത്. ശ്രീനന്ദ് ഇവിടെ ശ്രദ്ധിച്ചോണേ. ഹൗ ഡസ് ദിസ് ഹാപ്പൻ? എങ്ങനെയാണ് നമുക്കത് ഒരൊറ്റ ഇമേജ് ആക്കി തരുന്നത്? ട്രൈ ദ ആക്ടിവിറ്റി ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പ്രവർത്തനം ഒന്ന് ചെയ്ത് നോക്കാം. സ്ട്രെച്ച് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഫോർവേഡ്. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യുക? ഫ്രണ്ടോട്ട് പിടിക്കുക. ദെൻ ക്ലോസ് യുവർ റൈറ്റ് ഐ ആൻഡ് ഫോക്കസ് ഓൺ യുവർ 4 ഫിംഗർ ഇൻ ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡിലെ ചൂണ്ടുവിരൽ മാത്രം ഇങ്ങനെ പിടിച്ചേ, റൈറ്റ് ഐ അടച്ചു പിടിച്ചേ, എന്നിട്ട് ചൂണ്ടുവിരലിലോട്ട് നോക്കിയേ. ഇനിയും ആ കണ്ണ് അടച്ചു പിടിച്ചോണ്ട് തന്നെ ഇതടച്ചേ, ഈ കണ്ണ് അടച്ചേ, റൈറ്റ് കണ്ണ് അടച്ചേ, എന്നിട്ട് ലെഫ്റ്റ് കണ്ണ് തുറന്നേ. അയ്യോ, അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. എടാ ഇങ്ങനെ. ഇനി പെട്ടെന്ന് ഇപ്പം നിപ്പിൽ തന്നെ ഇത് തുറന്നിട്ട് ഇതടച്ചേ. ഇപ്പം നിങ്ങളുടെ കൈയുടെ സ്ഥാനം മാറിയോ? നിങ്ങൾ വെവ്വേറെ കണ്ണിലൂടെ നോക്കുമ്പം നിങ്ങളുടെ കൈ ഇരിക്കുന്ന സ്ഥാനത്തിൽ ചേഞ്ച് വന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഇല്ല എന്ന് പറയുന്നവർക്ക് വല്ല കുഴപ്പം കാണും. കൈ ഒന്നും പിടിക്കണ്ട, ഇത് ജസ്റ്റ് ഇതിലോട്ട് നോക്കിയേ. ഇങ്ങനെ നോക്കിയേ, ആദ്യം ഒരു കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇത് അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഇതിലോട്ട് കൊണ്ടുവന്നു, എന്നിട്ടൊന്ന് തുറന്നേ. മറ്റത് കണ്ണ് മാറി നോക്കുമ്പോൾ സ്ഥാനം മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ നോക്കി. ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാര്യം എന്നാ, ഈ ഓരോ ഒബ്ജക്റ്റിൻ്റെ തന്നെ ഇമേജ് നമുക്ക് എത്ര കണ്ണിൽ വരുന്നുണ്ട്? 2 കണ്ണിലും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണ് എന്താക്കി തരും? കണ്ണല്ല, ബ്രെയിൻ എന്താക്കി തരും? അതിനെ ഒറ്റ ഇമേജ് ആക്കി തരും. അപ്പോൾ അതാണ് അവിടെ എക്സ്പെരിമെൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. എക്സ്പെരിമെൻ്റ് ഒന്ന് വായിച്ചേ. സ്ട്രെച്ച് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഫോർവേഡ്, ക്ലോസ് യുവർ റൈറ്റ് ഐ ആൻഡ് ഫോക്കസ് ഓൺ 4 ഫിംഗർ ഓൺ യുവർ ലെഫ്റ്റ് ഹാൻഡ്. റൈറ്റ് കണ്ണ് അടച്ചു പിടിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡിലെ 4 ഫിംഗർ നോക്കുക. നൗ ക്ലോസ് യുവർ ലെഫ്റ്റ് ഐ. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഐ അടച്ചു പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് യുവർ ഹെഡ് ഫോക്കസ് ഓൺ ദ സെയിം ഫിംഗർ. അതേ കയ്യിൽ തന്നെ എന്ത് ചെയ്യുക? ഒന്നുകൂടെ നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ സ്ഥാനം ചെറുതായിട്ട് എന്ത് ചെയ്യുന്നതായിട്ട് തോന്നും? മാറുന്നതായിട്ട് തോന്നും. ഫോക്കസ് ഓൺ ദ സെയിം ഫിംഗർ. ഡോണ്ട് യു നോട്ടീസ് എനി ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദ ഫിംഗർ? വിരലിൻ്റെ സ്ഥാനത്തിൽ എന്തോ ഒരു മാറ്റം വന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഉറപ്പായിട്ടും വിരലിൻ്റെ സ്ഥാനം ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് ഫീല് ചെയ്യും. അതെന്തുകൊണ്ടാണ്? 2 കണ്ണിലായിട്ടാണ് 2 ഇമേജ് ശരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് ബ്രെയിൻ അതിനെ എന്താക്കി തരും? ഒറ്റ ഇമേജ് ആക്കി തരുവാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചേ. ഒബ്സർവ് ഫിഗർ 2.6. The images from 2 sides of the same object are formed in left and right eye. ഒരേ വസ്തുവിൻ്റെ തന്നെ 2 ഇമേജ് എവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്? ലെഫ്റ്റ് ഐയിലും ഉണ്ടാകുന്നുണ്ട്, റൈറ്റ് ഐയിലും ഉണ്ടാകുന്നുണ്ട്. When these 2 images combine as a result of activities of brain,
ഈ രണ്ട് ഇമേജുകളെ ബ്രെയിൻ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എന്താക്കി എടുക്കുന്നു? കൂട്ടി എടുക്കുന്നു. ബ്രെയിൻ അതിനെ രണ്ടിനും കൂടെ എന്താക്കി എടുക്കുന്നു? ഒന്നാക്കി എടുക്കുന്നു. എ 3-dimensional ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഫോം. നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഒരു 3D പടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട്. 3D എന്ന് പറഞ്ഞാൽ മൂവിങ് ആയിട്ടുള്ളൊരു ഇമേജ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. ദിസ് ഈസ് കോൾഡ് ബൈനോക്കുലർ വിഷൻ. അപ്പോൾ ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ ഒറ്റ ഇമേജ് ആക്കി തരുന്ന ഈ ഒരു പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് എന്ത്? ബൈനോക്കുലർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഏതൊരു വസ്തുവിൻ്റെയും രണ്ട് ഇമേജുകളെ നമ്മുടെ കണ്ണ് നമുക്ക് എന്ത് ചെയ്ത് തരുന്നുണ്ട്? ഉണ്ടാക്കി തരുന്നുണ്ട്. ലെഫ്റ്റ് ഐ ഒരു ഇമേജിനെ തരും, റൈറ്റ് ഐ വേറൊരു ഇമേജിനെ തരും. പക്ഷെ നമുക്കത് ഒരിക്കലും കാണുമ്പം രണ്ടായിട്ടാണോ കാണുന്നത്? അല്ല, എന്തായിട്ടേ കാണത്തുള്ളൂ? ഒറ്റ ഇതായിട്ടേ കാണത്തുള്ളൂ. അങ്ങനെ ഒറ്റ ഒരെണ്ണമായിട്ട് കാണിച്ചു തരുന്ന ബ്രെയിനിൻ്റെ കഴിവിനെ പറയുന്ന പേരാണെന്ത്? ബൈനോക്കുലർ വിഷൻ. രണ്ട് ഇമേജ് ആക്കാതെ ഒറ്റ ഇമേജ് ആക്കി തന്നെ തരുന്ന ബ്രെയിനിൻ്റെ കഴിവാണെന്ത്? ബൈനോക്കുലർ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇമേജസ് ഫ്രം ടു സൈഡ് ഓഫ് ദ സെയിം ഒബ്ജക്റ്റ് ആർ ഫോംഡ് ഇൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐ. When these two images combine as the result of activities of brain, a 3-dimensional image of an object is formed. This is called binocular vision. അപ്പോൾ ഇത് കൂടി ചേരുമ്പോൾ നമുക്ക് കാണുന്ന ഒരു 3D ഇമേജ്, ഫുള്ളായിട്ടുള്ളൊരു 3D ഇമേജ് ആണ്. അതിനെ പറയുന്ന പേരാണെന്ത്? ബൈനോക്കുലർ. അതിനെ പറയുന്ന പേരെന്നാ? ഓക്കെ ആണോ? ഇനിയും ഐ ഡിഫക്റ്റ് ആൻഡ് ഡിസീസസ്. കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളും അതുപോലെ രോഗത്തിൻ്റെ കാരണങ്ങളും ഒക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. Now you are aware of some of the eye defects. കണ്ണിന് വരുന്ന കുറച്ച് അസുഖങ്ങൾ പറയാമോ? നിങ്ങൾക്ക് അറിയാവുന്ന. കണ്ണി സുഖേടുണ്ട്, ശരിയാ. പിന്നെ കൺകുരുവോ? കൺകുരു, മഞ്ഞപ്പിത്തം. ആര് പറഞ്ഞു? മഞ്ഞപ്പിത്തം എവിടെ ബാധിക്കുന്ന അസുഖമാണ്? കണ്ണി ചുമക്കുന്ന സിംറ്റം ചെറുക്ക. കാട്രാക്ട്. പിന്നെ എന്തോരം ഉണ്ടോടാ? ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ്. കണ്ണിന് കാഴ്ച പറയുന്നതനുസരിച്ച് കണ്ണാടി വെക്കത്തില്ലേ? ഏതൊക്കെയാ? ലോങ് സൈറ്റ് ഉണ്ട്, ഷോർട്ട് സൈറ്റ് ഉണ്ട്. പിന്നെ സോഡ കുപ്പി കണ്ണാടി വെച്ചുകൊണ്ട് വരുന്ന കുറച്ച് പിള്ളേരുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടോ? ഭയങ്കര പവറുള്ള കണ്ണാടി വെക്കുന്ന പിള്ളേരുണ്ട്. അത് സിലിണ്ടറിക്കൽ ലെൻസാണ്. അവർക്ക് 2 ലെൻസ് കൂടെയാണ് വെക്കുന്നത്. ഭയങ്കരമായിട്ട് പവറിന് പ്രശ്നമുള്ള ആൾക്കാരാണ്. കുറച്ച് ബുദ്ധി കൂടുതലുള്ളവരാണ് നോർമലി അങ്ങനെ വെക്കുന്നത്. അത്രയും സ്ട്രെയിൻ എടുത്ത് വായിക്കുന്നവർക്കാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ എഴുതിക്കോ, അവിടെ ഓൾറെഡി മയോപ്പിയ കിടപ്പുണ്ട്. അതിന് താഴോട്ട് എഴുതിക്കേ, കാട്രാക്ട്, CATRACT, കാട്രാക്ട്, CATRACT, കാട്രാക്ട്. ഹൈപ്പർമെട്രോപ്പിയ, HYPER, ഹൈപ്പർമെട്രോപ്പിയ, METROPIA, ഹൈപ്പർമെട്രോപ്പിയ. അത് അസുഖം വരാൻ പോകുന്നുള്ളൂ, പഠിപ്പിക്കുമ്പോൾ പറഞ്ഞാൽ പോരെ. എടാ ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് ഇല്ലേ, അതാ ഉദ്ദേശിച്ചത്. മയോപ്പിയ എന്ന് പറയുമ്പോഴത്തേന് ഷോർട്ട് സൈറ്റ്, ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ലോങ് സൈറ്റ്, വേറെ പേരാ അത്. ബാക്കി ലെറ്റ്സ് ഫെമിലറൈസ് അവർ സെൽഫ് വിത്ത് എ ഫ്യൂ മോർ ഐ ഡിഫക്ട്സ് ആൻഡ് ഡിസീസസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗത്തുനിന്ന് സ്ഥിരം ക്വസ്റ്റൻ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ളത് കാട്രാക്ട്, നൈറ്റ് ബ്ലൈൻഡ്നസ് വാ. ഇനി ഞാൻ പറയാൻ പോകുന്നതെല്ലാം കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ്. എനിക്ക് ഒച്ച കുറവായതുകൊണ്ടാണ് ഞാൻ കിടന്ന് അലറാത്തത്. അതിൻ്റെ കാര്യം നിങ്ങൾ വെറുതെ ഇരിക്കണമെന്നോ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കണമെന്നോ അല്ല. ഒരു പരിധി കൂടുതൽ സ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ പഠിപ്പിക്കാൻ കാണത്തില്ല. അതുകൊണ്ടാണ് ഒച്ച വെക്കാത്ത ഞാൻ. ശ്രദ്ധിച്ചേ, ആദ്യം പഠിക്കാൻ പോകുന്ന അസുഖം ഏതാ? മലയാളം നിശാന്തത. നിങ്ങൾ മലയാളം അറിഞ്ഞിരിക്കണം. നിശാന്തത എന്ന് പറഞ്ഞാൽ രാത്രി മാത്രം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാനായിട്ട് പറ്റത്തില്ല. പകലൊന്നും കുഴപ്പമില്ല, വെട്ടം കുറയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നന്നായിട്ട് കാണാൻ. അതായത് ഡിം ലൈറ്റിൽ ഇവർക്ക് ശരിക്കും കാണാൻ. ഡിം ലൈറ്റിൽ ഉണ്ടാകുന്ന പിഗ്മെൻ്റ് ഏതാ? ഡിം ലൈറ്റിൽ കണ്ണിൻ്റെ അകത്ത് വേണ്ട പിഗ്മെൻ്റ് ഏതാ? റോഡോപ്സിൻ. അതിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? കുറയാനായിട്ട് തുടങ്ങുന്നു. സോ അവർക്ക് ഇരുട്ടത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാനായിട്ട്. ഇത് കുറയാനുള്ള കാരണം എന്നാണെന്നറിയോ? വൈറ്റമിൻ എ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്. അതിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ ഭയങ്കരമായിട്ട് കുറയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നസ് സംഭവിക്കുന്നത്. ഇലക്കറികളൊക്കെ ഇല്ലേ, നിങ്ങൾ ഇലക്കറികൾ ഒട്ടുമേ കഴിക്കാതൊക്കെ വരുമ്പോഴത്തേന് നിങ്ങൾക്ക് വിളർച്ച ഉണ്ടാകുന്ന കേട്ടില്ല, അനീമിക് ആവും. അതേപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് നൈറ്റ് ബ്ലൈൻഡ്നസ്. അപ്പോൾ കാര്യമായിട്ട് ഇലക്കറി ഒരാഴ്ച ഒരു ദിവസത്തേലും കഴിക്കാനായിട്ട് പെൺപിള്ളേർ ശ്രദ്ധിക്കണം, ആൺപിള്ളേർ ശ്രദ്ധിക്കണം. നോർമലി പെൺപിള്ളേർ കുറച്ചുകൂടെ പെട്ടെന്ന് അനീമിക് ആവും, ആൺപിള്ളേർക്ക് കുറച്ചുകൂടെ പവറുണ്ട്.
അപ്പോൾ പെൺപിള്ളേരോട് പ്രത്യേകം പറയുകയാണ് ഇലക്കറികളൊക്കെ നന്നായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കണ്ണെടുത്ത കാണാമല്ലോ. നോർമലി പെൺപിള്ളേർ എനിക്കറിയാം ഇലക്കറി തിന്നുമോ? ഇലക്കറി ഇഷ്ടമുള്ളവരുണ്ടോ? ചീര 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 അതൊക്കെ നല്ല സാധനം. ഓക്കെ, ശ്രദ്ധിച്ചേ. ചീര എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് ചിരിക്കുന്നത്? ഈത്തൻ ഇലക്കറി ഇഷ്ടമില്ല, ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ. ഈ ബൃഹത്തിന്റെ വീട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആളാരാ? അഭിനവാണോ? നവനീതോ? മോൻകുട്ടൻ ആരാ? യു ഹാവ് അല്ല, വേറൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ബൃഹത്തിനെ പറ്റി ഭദ്രയോട് തിരക്കി. അപ്പോൾ ഭദ്ര ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാരുടെയൊക്കെ പേര് കണ്ടപ്പോൾ അതാരീ മോൻകുട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ചേട്ടാ അവൻ ഇവരോട് പഠിക്കുന്നതാണോ എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ അതെ എന്നെ അല്ല, ശബ്ദം ഇത്തിരി കട്ടി കൂടിയ ശബ്ദമാണ്, നോർമലി ഉള്ള ഒരാളുടെ ശബ്ദമല്ല, ഇവന്മാരുടെ ക്ലാസ്സിലുള്ള പിള്ളേരുടെ ശബ്ദമല്ല, കുറച്ച് വലിയ ഒരാളുടെ ശബ്ദം. ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമൊന്നും ഇല്ലാത്ത ആളെന്ന്. You have studied that retinal, a part of visual pigment, is derived from vitamin A. നമ്മൾ പഠിച്ചതാണ് റോഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ടാകുന്ന ഏതൊക്കെ കൂടി ചേർന്ന? റെറ്റിനലും ഓപ്സിനും കൂടി ചേർന്നാണ്. ഇതിലെ റെറ്റിനൽ എന്ന് പറയുന്ന പ്രോട്ടീൻ എന്തിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന? വൈറ്റമിൻ എയിൽ നിന്നും കിട്ടുന്ന. എന്തിൻ്റെ അകത്തുനിന്നാണ് കിട്ടുന്നത്? വൈറ്റമിൻ എ. സോ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ റിസൾട്ട് ഇൻ ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനൽ. എടാ, അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് വൈറ്റമിൻ എ കാര്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ എന്തിൻ്റെ അളവ് കുറയും? റെറ്റിനലിൻ്റെ അളവ്. റെറ്റിനലിൻ്റെ അളവ് കുറഞ്ഞാൽ റോഡോപ്സിൻ കുറയത്തില്ലേ? റോഡോപ്സിൻ ഇല്ലാതെ അയാൾക്ക് ഇരുട്ടത്ത് കാണാൻ പറ്റുമോ? ഇല്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. വൈറ്റമിൻ എയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക തരം വിഷ്വൽ പിഗ്മെന്റ് അല്ലെങ്കിൽ വൈറ്റമിൻ എയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക തരം സാധനമാണ് എന്തെന്ന് പറയുന്നത്? റെറ്റിനൽ എന്ന് പറയുന്നത്. ഈ റെറ്റിനലും കൂടെ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? റോഡോപ്സിൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന വൈറ്റമിൻ എയുടെ അളവ് കുറവാണെങ്കിൽ അതെന്തിന് കാരണമാകും? റോഡോപ്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിന് കാരണം ആകും. അങ്ങനെ കുറഞ്ഞാൽ നമുക്ക് രാത്രി സമയത്ത് അല്ലെങ്കിൽ ഇരുട്ട് ഉള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണാനായിട്ട് പറ്റത്തില്ല. നോക്കിക്കേ, ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ റിസൾട്ട് ഇൻ ലോവർ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനൽ. അണ്ടർലൈൻ ചെയ്തേ. വൈറ്റമിൻ എയുടെ അളവ് കുറയുന്നത് കൊണ്ട് റെറ്റിനലിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യാറുണ്ട്? കുറയാറുണ്ട്. ദിസ് ഇൻ ടേൺ പ്രിവെന്റ് ദ റീസിന്തസിസ് ഓഫ് റോഡോപ്സിൻ. ഇതിൻ്റെ ഫലമായിട്ട് വീണ്ടും റോഡോപ്സിൻ ഉണ്ടാവോ? ഇല്ല. റോഡോപ്സിൻ ഉൽപ്പാദനം എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാനായിട്ട്. റോഡോപ്സിൻ ഉൽപ്പാദനം എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. ഇൻ ദിസ് കണ്ടീഷൻ ഒബ്ജക്റ്റ് കനോട്ട് ബി സീൻ ക്ലിയർലി ഇൻ ഡിം ലൈറ്റ് ആൻഡ് ദിസ് ഡിസീസ് ഈസ് കോൾഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇരുട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ കാര്യങ്ങളെ കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഒന്നുകൂടെ പറയാം, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണെന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? വൈറ്റമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന സാധനമാണ് എന്ത്? റെറ്റിനൽ. ഈ റെറ്റിനൽ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? റോഡോപ്സിൻ ഉണ്ടാകുന്നത്. ഇൻ കേസ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ എക്ക് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ എ അളവ് കുറവാണെങ്കിൽ എന്തിൻ്റെ അളവും കുറയും? ഈ പറഞ്ഞ റോഡോപ്സിൻ്റെ ഉൽപ്പാദനവും കുറയും. എന്തുകൊണ്ടാണ്? റെറ്റിനൽ എന്ന് പറഞ്ഞ സാധനം ഇല്ല, അപ്പോൾ റോഡോപ്സിൻ ഉണ്ടാവോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇരുണ്ട വെളിച്ചത്തിൽ കാണാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു മെഡിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? നിജില ഒന്ന് വായിച്ചത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. റീസിന്തസിസ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഉണ്ടായി വരിക. അപ്പോൾ ഈ അസുഖമുള്ള വ്യക്തികൾക്ക് ഡിം ലൈറ്റിൽ, അതായത് കുറഞ്ഞ പ്രകാശത്തിൽ നന്നായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? അപ്പം നിങ്ങൾ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ തൊട്ട് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരെ അണ്ടർലൈൻ ചെയ്യണം, അത് പഠിക്കുകയും ചെയ്യണേ. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ തൊട്ട് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരെ. രണ്ടാമത്തെ അസുഖത്തിൻ്റെ പേര് എങ്ങനെ വായിക്കും? സെറഫ്താൽമിയ. എന്താ രണ്ടാമത്തെ അസുഖത്തിൻ്റെ പേര്? സെറഫ്താൽമിയ. ഗുമ്മുള്ള പേരാ, പേരൊക്കെ ഗുമ്മ, എഴുതാനും കൂടെ പഠിക്കണം. സെറഫ്താൽമിയ. എൻ്റെ പേരെന്നാ? സെറോഫ്താൽമിയ അല്ല, സെറഫ്താൽമിയ. ഓക്കെ.
ഇഫ് ദർ ഇസ് എ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. എടാ അതായത് ഇങ്ങനെ ചിന്തിച്ചേ, ഒരു രോഗിക്ക് വൈറ്റമിൻ എയുടെ അളവ് ഭയങ്കരമായിട്ട് കുറവാണ്. പക്ഷെ അയാൾ ഇത്തിരി മടിയനാണ്, ഹോസ്പിറ്റലൊന്നും പോകാനുള്ള ഇഷ്ടം അയാൾക്കില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യുക, അതങ്ങ് ഒഴിവാക്കി വിട്ടുകൊണ്ടിരിക്കുക. പോട്ടെ ശരിയായിക്കോളും എന്ന് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദീർഘനാളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് അയാൾക്ക് എന്തുണ്ട്, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അത് കൂടുകയല്ലേ ചെയ്യത്തുള്ളൂ, അസുഖം കൂടിക്കൂടി പോകും. നോക്കിയേ, ദ കൺജക്റ്റീവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പേക്ക്. അപ്പം നമ്മുടെ കണ്ണിലെ കൺജക്റ്റീവയും അതിന് മേലുള്ള ഈ കൺജക്റ്റീവ എന്ന് പറയുന്ന ലെയറും അതിൻ്റെ താഴെയുള്ള കോർണിയ എന്ന് പറയുന്ന ഭാഗം എന്തായിട്ട് മാറും, വളരെയധികം വരണ്ടു പോകും. അതുപോലെ ഒപ്പേക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ലൈറ്റിനെ കടത്തി വിടാതിരിക്കും. കണ്ണിൻ്റെ അകത്തോട്ട് ലൈറ്റ് കയറിയില്ല വല്ലതും കാണാൻ പറ്റുമോ, ഇല്ല. ഓർത്ത് വെച്ചോണം, ഒരുപാട് നാളായിട്ട് വൈറ്റമിൻ എയുടെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറ്റും, നമ്മുടെ കൺജക്റ്റീവയും കോർണിയയും രണ്ടും എന്തായിട്ട് മാറും, ഡ്രൈയും ആകും ഒപ്പേക്കും ആകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുമോ, ഇല്ല. നോക്കിയേ, അണ്ടർലൈൻ ചെയ്യണേ, ഇഫ് ദർ ഈസ് പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. ഒരുപാട് നാളായിട്ട് വൈറ്റമിൻ എയുടെ അളവ് കുറയുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ, കൺജക്റ്റീവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പേക്ക്. നമ്മുടെ ശരീരത്തിലെ കൺജക്റ്റീവയും അതുപോലെ തന്നെ കോർണിയയും രണ്ടും എന്തായിട്ട് മാറും, വരളുകയും ചെയ്യും. അത് മാത്രമല്ല, അത് ഒപ്പേക്ക് ആകും, ലൈറ്റിനെ ഒരിക്കലും കടത്തിവിടാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ആൻഡ് ദിസ് കോസസ് സെറഫ്താൽമിയ ലീഡ് അൾട്ടിമേറ്റ്ലി ടു ബ്ലൈൻഡ്നെസ്. ഇതിൻ്റെ ഫലമായിട്ട് സെറഫ്താൽമിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും. സെറഫ്താൽമിയയുടെ അവസാനം എന്നാണെന്നറിയോ, ആളുടെ കാഴ്ച മൊത്തം പോകും. സെറഫ്താൽമിയ വന്നാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, കാഴ്ച പോകും. അതെന്തുകൊണ്ടാണ്, ചെറിയ അസുഖം ഉണ്ടായിരുന്നുള്ളൂ, അയാൾ അതിനെ എന്ത് ചെയ്തു, നിസ്സാരവൽക്കരിച്ചു. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. കാഴ്ചയല്ലേ, കണ്ണ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇലക്കറികൾ ആണാണേലും പെണ്ണാണേലും ഇലക്കറികൾ നിർബന്ധമായിട്ടും കഴിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുറച്ച് കഴിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ കഴിക്കാൻ മടി കാണിക്കുകയാണ്. വിദേശ രാജ്യത്തേക്കുള്ള ആൾക്കാരുടെ ഭക്ഷണത്തിലെ സ്ഥിരം സാന്നിധ്യങ്ങളാണ് സാലഡ്സ്, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിലെല്ലാം അവർ കുറേ ഇലയും കാര്യങ്ങളൊക്കെ വെച്ച് അവർ കഴിക്കുന്നത്. ലെറ്റിസ് എന്നൊരു സാധനം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മൾ ബർഗറൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള സാധനം. അപ്പോൾ അതുപോലെ ബ്രോക്കോളി, ലെറ്റിസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവരെന്ത് ചെയ്യും, ഇൻടേക്ക് ചെയ്യും. നമ്മൾ കഴിക്കുമോ, ഇല്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ബേസിക്കലി നല്ലതാണ്, നമ്മുടെ ശരീരത്തിനും നല്ലതാണ്, ആരോഗ്യത്തിനും നല്ല. കാര്യമായിട്ട് അതിൻ്റെ അകത്ത് എന്തുമില്ല, ഫാറ്റും ഒന്നും ഇല്ല. നമുക്ക് ചോറ് തന്നെ വേണം, പറ്റുവാണെങ്കിൽ 3 നേരം ചോറും കറി. ശരിയല്ലേ? നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള സാധനങ്ങൾക്കകത്തൊരു സാധനമായിരിക്കുമല്ലോ ചോറ്. നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡാണ്, നോർമലി നമ്മൾ കഴിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ, നമ്മൾ കഴിക്കുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റാണ് കൂടുതൽ കഴിക്കുന്നത്. ചോറ് ബേസിക്കലി കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം എന്നാണ് പഠിപ്പിച്ചേക്കുന്നതെന്നറിയോ? നിങ്ങൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ താലി ഫുഡ് കഴിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ സദ്യ പോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു പ്ലേറ്റിൻ്റെ അകത്ത് ചപ്പാത്തിയൊക്കെ വെച്ചിട്ടുള്ള സാധനം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, കുറേ കുഞ്ഞു കറികളെല്ലാം വെക്കും. ഈ താലി മീൽസ് കാണിക്കുന്ന പോലെ ആ ഫുഡ് കഴിക്കണ്ടേ. ചോറ് കുറച്ചേ എടുക്കാവുള്ളൂ, ചപ്പാത്തി 2 എണ്ണം, പിന്നെ ചീര, പാലക് പനീർ, അങ്ങനെ കുറേ സാധനമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചീരയൊക്കെ എന്നാണ് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡിൻ്റെ അകത്ത് കാണും. അത് പിന്നെ സബ്ജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കറി. പിന്നെ തൈര് അവർ കഴിക്കും. തൈര് പ്രോബയോട്ടിക്കാണ്. നിങ്ങളിപ്പോൾ ചെറിയ പ്രായമാണ്, നിങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് എനിക്കറിയില്ല, എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. ഞാൻ ഡോക്ടറോട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളൊരുമാതിരി നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ഹോർമോണൽ ചേഞ്ച് വന്ന് തുടങ്ങുന്ന ഒരു സമയമില്ലേ, അതായത് നിങ്ങൾക്ക് കുറച്ച് പിമ്പിൾസൊക്കെ ശരീരത്തിൽ വരുന്നതും, അതുപോലെ തന്നെ നിങ്ങളുടെ ശബ്ദം, ആണുങ്ങളാണെങ്കിൽ ശബ്ദം മാറും, പെൺപിള്ളേർക്ക് അറിയാമല്ലോ നിങ്ങളുടെ മാറ്റങ്ങൾ വരുന്ന സമയം. ആ സമയമൊക്കെ ആകുമ്പം അത്യാവശ്യം എന്ത് കഴിച്ച് തുടങ്ങിക്കണം, തൈര് ഫുഡായിട്ട് ഇൻടേക്ക് എടുക്കണം. ഉദ്ദേശിച്ചത് തൈര് എപ്പോഴും തിന്നണം എന്നല്ല. നിങ്ങൾ കഴിക്കുന്ന ചോറിൻ്റെ കൂടെ കുറേശ്ശൊക്കെ തൈര് ഒരു 2-3 ദിവസം കൂടുമ്പോൾ കഴിക്കണം. തൈരെന്ന് പറയുന്നത് പ്രോബയോട്ടിക്കാണ്. പ്രോബയോട്ടിക് ശരീരത്തിൻ്റെ അകത്ത് ചെന്ന് നമ്മുടെ വയറിൻ്റെ അകം ക്ലീൻ ചെയ്യും. നിങ്ങളുടെ വയറിൻ്റെ അകം എത്രത്തോളം ചീത്തയാണോ, ഇൻ ദ സെൻസ് വയറിലോട്ട് ചെല്ലുന്ന ഫുഡ് പന്ന ഫുഡാണെങ്കിൽ, അതായത് ജങ്ക് ഫുഡാണെങ്കിൽ, അത് മൊത്തം നിങ്ങളുടെ തലയിൽ കാണും. എന്തായിട്ട്? താരൻ. നിങ്ങൾ കഴിക്കുന്ന ഫുഡായിരിക്കും നിങ്ങളുടെ തലയുടെ റിഫ്ലക്ഷൻ. ശരിക്കും ഓർത്തോണം, ക്ലീനായിട്ട് നീറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലീനായിട്ട് പഠിച്ചെടുത്ത് കഴിക്കുന്നതെന്നല്ല, നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, പ്രോബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് താരൻ, അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പം നിങ്ങൾ ഇടയ്ക്കേലും പ്രോബയോട്ടിക് കഴിക്കും. തൈര് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു വഴി പറഞ്ഞുതരാം. ആഴ്ചയിൽ ഒരു ദിവസേലും വീട്ടിൽ പഴങ്കഞ്ഞി കഴിക്കുക. അതായത് സൂപ്പർ സാധനമാണ്, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. പഴങ്കഞ്ഞി രാവിലെ ഒന്ന് എടുത്ത് കഴിക്കുക. ഈ പഴങ്കഞ്ഞി കഴിക്കുമ്പോഴുള്ള ഗുണം, അതിൻ്റെ അകത്ത് മൊത്തം പ്രോബയോട്ടിക്സാണ് ഉള്ളത്. അപ്പം ഇതൊക്കെ നമ്മൾ കഴിക്കണം. നമ്മളിത് കഴിക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ കഴിക്കുന്നവർ കാണും, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർ തൈരെന്നല്ല പറഞ്ഞത്, അവർ വേറൊരു പേരാണ് പറഞ്ഞത്, കേട്ടിട്ടുണ്ടോ? യോഗട്ട്.
അവരൊരുമാതിരിപ്പെട്ട സാലഡ്സിലൊക്കെ എന്തിടും? യോഗട്ട് ഇടും. യോഗട്ട് ഇട്ട് അവർ കഴിക്കുന്നത്. അപ്പം നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന സാധനമൊക്കെ തന്നെയാണ്, പക്ഷെ അത് കൂടുതലും പുറത്തുള്ള ആൾക്കാർ നിർബന്ധിച്ച് അവർ തന്നെ എല്ലാ ദിവസവും എടുക്കും. നമ്മളിത് കഴിക്കാത്തതുകൊണ്ട് എന്നാ പറ്റും? നമ്മുടെ ആരോഗ്യത്തിൻ്റെ അകത്ത് പ്രശ്നം വരും. നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നത് എന്നാ? രാത്രിയാകുമ്പോൾ ബാർബിക്യൂ ഒരു ദിവസം മന്തി, ഒരു ദിവസം ചിക്കൻ കറി, ഒരു ദിവസം ചിക്കൻ ഫ്രൈ. ഇത് മൊത്തം പുറത്തു നിന്നുള്ള ഭക്ഷണമാണ്. അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ല, പലതരത്തിലുള്ള എണ്ണ, അതുപോലെ പല കെമിക്കൽസ്, അജിനോമോട്ടോ ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നത്. കഴിക്കലെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കണം. ഡെയിലിയൊക്കെ കഴിച്ചാൽ എന്നാ പറ്റും? നിങ്ങൾ ഓർത്തോണം, നിങ്ങൾക്ക് താരനായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായി തുടങ്ങിയാൽ നിങ്ങൾ ഓർത്തോണം നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ചീത്തയാണ്. അപ്പോൾ ശരിക്കും ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ വിരക്കുള്ള ഗുളിക കഴിക്കണം. പട്ടിയില്ല, പട്ടിക്ക് ബൂടകോഴ്ചലുണ്ടാകുമ്പോൾ ആദ്യം ഡോക്ടർ എന്നാ തരുന്നത്? അവനറിയാം. ശരിക്കും അവൻ പറഞ്ഞാൽ കറക്റ്റാണ്, വിരയുടെ ഗുളികയായിരുന്നേ. വിര ഇളക്കാൻ പറയും. ബൂടകോഴ്ചലുണ്ടാകാനുള്ള മെയിൻ കാര്യം വയർ ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വിര ഇളക്കണം. മനുഷ്യന് സെയിം സംഭവമാണ്. നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ കണ്ട എണ്ണയൊക്കെ മേടിച്ചിട്ട് തലയിൽ കയറ്റി വെക്കും. ആ എണ്ണ വെച്ച് ഇപ്പം താരം പോകും. പോത്തൊന്നുമില്ല, വെറുതെയാണ്. അത് പോകും എപ്പോഴാണെന്നറിയാമോ? തല മര്യാദയ്ക്ക് കുളിക്കാത്ത ആൾക്കാരാണ് നന്നായിട്ട് കുളിക്കുമ്പോൾ അതൊക്കെ പോകും. നോർമലായിട്ട് ശരിക്കും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കണം, പിന്നെ വിര ഗുളിക. താരം വരുമ്പം, ചെറിയ പ്രായത്തിൽ വരുമ്പോൾ ചെയ്യാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ചെറുതിലെ ചെയ്താൽ മുടി കൊഴിച്ചിലൊക്കെ അങ്ങ് കുറയും. നിങ്ങളതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, 10-27 ആകുമ്പോഴത്തേന് ഈ ഭാഗത്തും കാണത്തില്ല. ആൺപിള്ളേരോടാണ് പറയുന്നത് കേട്ടോ, പെൺപിള്ളേർക്ക് ഇത്രയും പ്രശ്നം വരത്തില്ല. അപ്പം ഓർത്തോണം. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ദൈവത്തെ ഓർത്ത് അമ്മയും അച്ഛനും വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, മോനെ നീ മുട്ട തലയിട്, മോനെ നീ ഉലുവ തലയിട്, ഇതെല്ലാം കൂടെ തലയ്ക്കകത്ത് ഇട്ടിട്ട് പാക്ക് അടിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഒരു കാര്യമില്ല. അപ്പോൾ ആദ്യമേ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് അവർ പറയുന്ന പോലെ ഫുഡിൻ്റെ കാര്യം നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ വിരയുടെ കാര്യമൊക്കെ വേണമെങ്കിൽ അത് ചെയ്തോണം. ഞാൻ ആൺപിള്ളേരോടാണ് പറയുന്നത്, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞ് ഇല്ലാതാവും, ഒന്നും ഇല്ലാത്ത അവസ്ഥയിലോട്ട് വരും. പെൺപിള്ളേർക്കും ഇതേ കാരണം തന്നെ കേട്ടോ. എൻ്റെ ചേച്ചിയുടെ കേസിൽ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നാൽ അപ്പം തന്നെ, പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട്, അത് നോക്കിയിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് വേണ്ടുന്ന എല്ലാം കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ പറഞ്ഞ സെറഫ്താൽമിയയുടെ കേസിൽ വൈറ്റമിൻ എ കുറവുണ്ടായിരുന്നു, പക്ഷെ അയാൾ വൈറ്റമിൻ എക്ക് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുത്തോ? ഇല്ല. അങ്ങനെ എടുക്കാതെ ഒരുപാട് നാൾ നിന്ന സമയത്ത് എന്ത് പറ്റി? വൈറ്റമിൻ എ ഭയങ്കരമായിട്ട് ഡെഫിഷ്യൻ്റ് ആയിട്ട് കുറേ നാൾ നിന്നു. അപ്പോൾ അയാളുടെ 2 കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി. ലെൻസും കോർണിയയും, അത് രണ്ടും എന്തായി? ഒന്ന് ഡ്രൈ ആയി, പിന്നെ എന്തായി? ഒപ്പേക്കായി എന്ന് പറഞ്ഞാൽ അത് എന്തിനെ കടത്തിവിടത്തില്ല? ലൈറ്റ് കടന്നു വരാൻ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ലെൻസും കോർണിയയും ഡ്രൈയും ഒപ്പേക്കുമായി. അങ്ങനെ അത് അൾട്ടിമേറ്റ്ലി എന്തിലേക്ക് എത്തും? ബ്ലൈൻഡ്നെസ്. അയാൾക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചെല്ലും. ഞാൻ എന്നെ ഇപ്പോൾ പറഞ്ഞ ലെൻസ് എന്നാണ്, സോറി മാറിപ്പോയി. കൺജക്റ്റീവയും കോർണിയയും അത് രണ്ടും എന്തായിട്ട് മാറും? ഡ്രൈയും ഒപ്പേക്കുമായിട്ട് മാറും. അങ്ങനെ ആണെങ്കിൽ പിന്നെ നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. അൾട്ടിമേറ്റ്ലി അത് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ കൺജക്റ്റിവൈറ്റിസ് എന്നുള്ള രോഗം, അതുപോലെ തന്നെ സെറഫ്താൽമിയ എന്ന് പറയുന്ന രോഗമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൺജക്റ്റിവൈറ്റിസ് ഇൻഫെക്ഷനാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. കണ്ണീസൂക്കേട് എന്നുള്ള സാധനം ഇല്ലേ, അതെങ്ങനെയാണ് വരുന്നത്? കണ്ണീസൂക്കേടുള്ള നിങ്ങളുടെ കൂട്ടുകാരൻ കണ്ണിലിട്ട് വരച്ചിട്ട് നിങ്ങളുടെ ദേഹത്ത് വെക്കും, ആണോ? അല്ല, അവൻ ഉപയോഗിച്ച് എന്തെങ്കിലും സാധനം നിങ്ങൾ ചിലപ്പോൾ അറിയാതെ എടുക്കും. നിങ്ങൾ കൈ കഴുകാതായിരിക്കും ചിലപ്പോൾ ആ കണ്ണിലൊക്കെ തിരുമെന്ന്. അങ്ങനെ നമുക്ക് എന്ത് വരും? കണ്ണിസൂക്കേട് വരും. അത് എന്തുവാ ശരിക്കും? ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഒരു ഇൻഫെക്ഷനാണത്. അത് ജസ്റ്റ് പോകും, കുറച്ച് നാൾ എനിക്ക് പോകും. ഇനി സെറഫ്താൽമിയ അങ്ങനെയല്ല. സെറഫ്താൽമിയ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. അതിൻ്റെ കണ്ണിൻ്റെ ഒരു ചിത്രമൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? അത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് തൃപ്തിയായല്ലോ. നിങ്ങൾക്ക് എങ്ങനെ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നൊക്കെയാണ് വെക്കുന്നത്. അയ്യോ. അടുത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എന്നാടാ? ഉറക്കെ പറ. നീ എന്തോ പറഞ്ഞ് ഉണ്ട് പറഞ്ഞ് ആടാ, അവനും കേട്ടല്ലോ. എന്നാടാ അവൻ പറഞ്ഞേ? കരി വീണോ? ഇത് കണ്ടിട്ട് ഒരുമാതിരി അളിഞ്ഞ കണ്ണുപോലുണ്ട്. എന്നാ സാറേ? കണ്ണിൻ്റെ അകത്തൊന്നുമില്ല മോനെ. ഇതില്ലേ, ഇതിൻ്റെ അകത്ത് കോർണിയ ഡ്രൈ ആയിട്ട് ആ കണ്ണിൻ്റെ ആ ഭാഗത്തുള്ള ആ ലിക്വിഡ്സ് എല്ലാം കൂടെ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്ന കാണിച്ചേക്കുന്നത്. ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമ്പോൾ കണ്ണ് സെക്രീറ്റ് ചെയ്യും, സെക്രീഷൻസ്. അതാ കാണിച്ചത്. മഞ്ഞ കളർ കൃഷ്ണമണി ഏതാ? ഇതല്ലേ? ആ, അത് കൃഷ്ണമണിയുടെ ഭാഗം. ഉണ്ടയോ?
നെക്സ്റ്റ് ഈസ് കളർ ബ്ലൈൻഡ്നെസ്. അടുത്ത ഏതാ? ഒബ്സർവ് ഫിഗർ 2.7. 2.7 ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഇല്ലെങ്കിൽ 8 എന്ന നമ്പർ കാണാം. കണ്ടോ? അതിൽ എന്താ എഴുതി വെച്ചേക്കുന്നേ? ഇതിൽ 8 കാണാം. എടി 8 കാണത്തില്ലേ? ഇല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ നിന്ന് ചെന്നിട്ട് അമ്മേനെ കൊണ്ട് പൊക്കോളാം. ആണ് 8 നമ്പർ ഉണ്ടല്ലേ, അത് കാണാൻ പറ്റാത്ത ആർക്കായിരിക്കും? ആ 8 ചുമന്ന കളറാണ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്ക് അത് ശരിക്കും കാണാൻ പറ്റുമോ? ഇല്ല. ക്യാൻ യു റീഡ് ദ ഫിഗർ ക്ലിയർലി? അവിടെ തന്നിരിക്കുന്ന ഫിഗർ കൃത്യമായിട്ട് വായിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ആ വടിയിൽ ഓരോ ഇഴയും വലിച്ചു പറിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നാണമുണ്ടോ? ജന്മമാണോ? എടാ, അപ്പൊ ആ ഫിഗർ കാണാൻ വരുന്നുണ്ടല്ലോ. എത്ര നമ്പർ? 8. You are aware that retina contain corn cells which can detect red, green and blue color. റെറ്റിനയിൽ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നീ കളറുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പ്രത്യേക എന്ത് വെച്ചിട്ടുണ്ട്? കോൺ സെല്ലുകൾ ഉണ്ട്. കോൺ സെല്ലുകൾക്ക് കളർ ബേസ്ഡ് ആയിട്ടുള്ള ഡിറ്റക്ഷനാണ്. ഓരോ കളറുകൾ ഓരോ കോൺ സെല്ലുകളായിരിക്കും എന്ത് ചെയ്യുന്നത്? തിരിച്ച് അറിയുന്നത്. Some person cannot distinguish green and red color due to the defect of corn cell. ചില ആൾക്കാർക്ക് കോൺ സെല്ലിൻ്റെ പ്രശ്നം കാരണം റെഡും ഗ്രീനും ബ്ലൂ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചറിയാനായിട്ട്. ആ അസുഖത്തിനെ പറയുന്ന പേരാണെന്ത്? കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളെ കൊണ്ട് ഡ്രൈവർ പണി ചെയ്യിക്കാൻ പറ്റുമോ? കാരണം എന്താ, അയാൾക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ ലൈറ്റും ട്രാഫിക്കിലെ കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാത്തിന് കാരണമാവും? ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് കാരണമാവും. അയാളെ പൈലറ്റോ ലോക്കോ പൈലറ്റോ ആക്കാൻ പറ്റുമോ? ഇല്ല. എന്താ ലോക്കോ പൈലറ്റ്? ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളോ? പ്ലെയിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ആളോ? അതാണ് ലോക്കോ പൈലറ്റ്. നീ ഓട്ടോ അല്ല, അവൻ പറഞ്ഞ പ്ലെയിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ആളെന്നാ. പ്ലെയിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ആൾ ആരാടാ? ഫസ്റ്റ് ഓഫീസർ, അതുപോലെ ജൂനിയർ ഫസ്റ്റ് ഓഫീസർ ആയിരിക്കുന്നത്. ട്രെയിൻ ഓടിക്കുന്ന ആള്. ട്രെയിൻ നിങ്ങൾക്കും ആകാം കേട്ടോ. അതിന് വലിയ പ്രത്യേകത ഒന്നുമില്ല, ഒരു ഡിഗ്രി മാത്രം മതി. ലോക്കോ പൈലറ്റിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ ഡയറക്റ്റ് റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് ട്രെയിനിങ്ങോട് കൂടി നമുക്ക് ലോക്കോ പൈലറ്റ് ആവും. നല്ല സാലറിയാണ്. എൻ്റെ അറിവ് ശരിയാണ്, 1.5 ലക്ഷം രൂപയ്ക്ക് മേളിലുണ്ട് സാലറി. അത് നല്ല രസമുള്ള പരിപാടിയാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ ചാകുന്നതൊക്കെ കാണാൻ പറ്റും ലൈവ്. അവിടെയൊക്കെ മാറടാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാണേലും വണ്ടി ഇടിക്കും, നോക്കിക്കൊണ്ടേ ഇരിക്കാം. ഇങ്ങനെ നീ കാല് വെച്ച് ചവിട്ടി നിർത്തുന്ന വണ്ടി പോലല്ല ട്രെയിൻ. ഇപ്പം ഇവിടെ ചവിട്ടി കഴിഞ്ഞാൽ അപ്പുറത്ത് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ പോയി നിൽക്കത്തുള്ളൂ. ട്രെയിന് ട്രാക്ഷൻ ഭയങ്കര കൂടുതലാണ്. നമ്മൾ പറയുന്ന പോലെ ഒറ്റയടിക്ക് നിർത്താൻ പറ്റത്തില്ല. ദൂരേന്ന് കണ്ടാൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലാതെ അയാൾ എന്നാ ചെയ്യുന്നത്? നിൽക്കുന്നത് ഇപ്പോൾ ഒരു ചാട്ടം എടുത്ത് ചാടുമ്പോഴത്തേന് എന്നാ അയാളെ നോക്കി ചാടുക. അയാൾ അവിടെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. അയാൾ പിന്നെ എന്നാ ചെയ്യും? ചുമ്മാ നിർത്താൻ ട്രൈ ചെയ്യാം. പക്ഷെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കിനും ഒന്നാമത് ആലോചിച്ച് നോക്കി, അയാളുടെ സ്വമേധ ഇഷ്ടത്തിനാണ് എടുത്ത് ചാടുന്നത്. ദൂരേന്ന് വരുന്ന ആളത് കാണണം. കണ്ടാൽ നിർത്തിയ കേസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടു കഴിയുമ്പോൾ ദൂരെ നിർത്തുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അല്ലാതെ നോർമലി അവർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്ത് വരുമ്പോഴായിരിക്കും എടുത്ത് ചാടുന്നത്. ആ ട്രെയിനിന് മുന്നിൽ ചാടുന്നവൻ്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. അവൻ വറ്റി വരണ്ട, അവൻ്റെ മനസ്സ് മൊത്തം ട്രൈ ആയിട്ടായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ ഒന്ന് ചാടുമോ? പണ്ടര വരുമ്പോൾ തന്നെ പേടിയാണ്. നിങ്ങൾ ആ റെയിൽവേ പാളത്തിൽ ചെവി വെച്ച് നോക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നല്ല കിടുക്കാച്ച സാധനം. അത് വരുമ്പോൾ തന്നെ നെഞ്ചിടിപ്പ് കൂടും, ഇറങ്ങി ഓടും. അവിടെ കിടക്കുന്നവനെ ആലോചിച്ച് നോക്കാം, ഒറ്റയടിക്ക് കീറും, പൊളന്നു പോവും. ഹൂസിനെ, ആൽവിനെ അല്ല, ആൽവിൻ മറ്റേ നമ്മളോട് പറഞ്ഞില്ലായിരുന്നു പന്തലഴിക്കട്ടെന്നൊക്കെ. അവിടെ ഞാൻ പറഞ്ഞു, നിന്നെ പ്രേരിപ്പിച്ചതല്ല കേട്ടോ. നീ അങ്ങനെ ചെയ്യണ്ട. വെറുതെ എന്തിനാ നമ്മുടെ റെയിൽവേ കൊണ്ട് നിർത്തിക്കുന്ന വണ്ടി? നിന്നെ ഞങ്ങൾക്ക് വേണം. ഇവർക്ക് ആർക്ക് വേണ്ടേലും ഈ ട്യൂഷൻ ക്ലാസ്സിന് നിന്നെ വേണം. നീ മുതൽക്കൂട്ട ഇവിടെ നോക്കിയേടാ. അപ്പം ചില ആൾക്കാർക്ക് റെഡ് കളറിനെയും അതുപോലെ തന്നെ ബ്ലൂ കളറിനെയും ഗ്രീനെയും ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിന് കാരണം എന്നാ? അവരുടെ ശരീരത്തിൽ അതിനെ തിരിച്ചറിയാനുള്ള കോൺ സെല്ലുകൾക്ക് എന്ത് സംഭവിക്കും? ഡിഫക്റ്റ് സംഭവിക്കും. ഈ ഒരു അസുഖത്തിനെ പറയുന്ന പേരാണെന്ത്? കളർ ബ്ലൈൻഡ്നെസ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. സം പേഴ്സൺ, അത് അണ്ടർലൈൻ ചെയ്യണേ. സം പേഴ്സൺ cannot distinguish red and green color due to the defect of corn cell. കോൺ സെല്ലുകൾക്കുണ്ടാകുന്ന പോരായ്മയുടെ ഫലമായിട്ട് ചില ആൾക്കാർക്ക് ഗ്രീൻ കളറും റെഡ് കളറും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? കളർ ബ്ലൈൻഡ്നെസ്.
Can you tell why person with color blindness are not selected for military or for jobs like driver, pilot, etc. മിലിറ്ററിയിലോട്ട് അവർ എടുക്കില്ല കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാർ. അതറിയാമായിരിക്കുമല്ലോ. മിലിറ്ററിക്ക് നമ്മൾ ഫിറ്റ്നസ് ഒക്കെ നോക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട്, കണ്ണിൻ്റെ കാഴ്ച അതുപോലെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ടേ എടുക്കത്തുള്ളൂ. പിന്നെ ഡ്രൈവർ, പൈലറ്റ് പോലുള്ള ജോലികളിലോട്ടും ആരെ എടുക്കത്തില്ല, കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരെ. അത് എന്തുകൊണ്ടാണെന്ന് ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താ റീസൺ? നിങ്ങൾ മലയാളത്തിൽ പറയണം, എങ്ങനെ പറയും? ഈ പറഞ്ഞ ജോലിയിലുള്ള ആൾക്കാർക്ക് നിർബന്ധമായിട്ടും സൈൻ ലൈറ്റുകളുമായിട്ട് എന്ത് ചെയ്യണം, ഇൻട്രാക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ റെഡ്, ഗ്രീന്, പിന്നെ ഏതാണ് കളറ്, ബ്ലൂ. ഈ പറഞ്ഞ കളറുകളൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഈ കളർ തിരിച്ചറിയാൻ പറ്റാത്ത ഒരാൾക്ക് പ്രോപ്പറായിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് എന്തിലേക്ക് നയിക്കും? ആക്സിഡൻറ്റിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്നത് ആകാശത്തോടെ പോകുന്ന സാധനമാണ്. അതുമാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ ജീവനുണ്ട്. ഇത് പോയാൽ പോയത് തന്നെയാണ് അല്ലേ? ലാസ്റ്റ് ഉണ്ടായ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് ഏതാ കേരളത്തിൽ? എല്ലാവരും കണ്ടതാ, 2 ദിവസം മൊത്തം ടി വിയിൽ അതായിരുന്നു. നിങ്ങൾ സമ്മതിച്ചല്ലോ. സ്ഥലം ഏത് ജില്ലയാ? അല്ല, മലപ്പുറം. അത് സ്ഥലം ശരിക്കും കരിപ്പൂരാണ്. കരിപ്പൂർ വിമാനത്താവളമില്ലേ? എടാ, കരിപ്പൂരിനൊരു ടേബിൾ ടോപ്പ് റൺവേയാണ്, നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ഒരു ഫ്ലൈറ്റിൻ്റെ കേസിൽ ലാൻഡിങ്ങിനൊരു പ്രശ്നം വന്നിട്ട് ഫ്ലൈറ്റ് കുത്തനെ അതിലോട്ട് ഇറങ്ങിച്ചത്. അതായത് നിർത്തേണ്ട സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല, ഫ്ലൈറ്റ് കുത്തനെ ഒരു കുഴിക്കകത്തോട്ട് പോയി വീണ സംഭവമാണ്. കുറേ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു. അത് നിങ്ങൾ കണ്ടില്ലായിരുന്നു? എല്ലാം കാണും. 2 ദിവസം കഴിയുമ്പോൾ അത് വിട്ടുകളയും. നമ്മളല്ലല്ലോ അല്ലേ, നമ്മുടെ ആരും ഇല്ലല്ലോ അതിൻ്റെ അകത്ത്. ഒക്കെ മാറ്റണം കേട്ടോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം. പക്ഷെ നിങ്ങൾ എന്നോട് ഇന്നലത്തെ കാര്യം ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല കേട്ടോ. പത്രം ഞാനും വായിക്കാറില്ല. പത്രം വായിക്കണം എന്നല്ല, ബേസിക് കാര്യങ്ങളെപ്പറ്റി അറിയണം. കാരണം നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞ് ചെല്ലുന്നത് അത്യാവശ്യം എഡ്യൂക്കേഷണൽ വൈസും കമ്മ്യൂണിക്കേഷൻ വൈസും നല്ല സ്കിൽഡ് ആയിട്ടുള്ള പിള്ളേരുടെ അടുത്തോട്ടാണ്. അവിടെ ചെല്ലുമ്പോൾ അതുങ്ങൾ ഓരോ ടേമൊക്കെ എടുത്തിടുമ്പോഴത്തേനും അതെന്നായിരുന്നു ഞങ്ങൾ കേരളക്കാർക്ക് അറിയില്ല എന്ന് പറയല്ലേ, നാണക്കേടാണ്. ഇവിടുന്ന് പോയിട്ടുള്ള പിള്ളേർ കുറേ പേര് കഴിഞ്ഞിടയ്ക്ക് കാണാൻ വന്നപ്പോൾ പറഞ്ഞാണ്, ചേട്ടാ ഇംഗ്ലീഷ് ഒരു രക്ഷയില്ല, അതുങ്ങൾ ഭയങ്കര ഇംഗ്ലീഷാണ്, ഞങ്ങൾക്കൊന്നും പറഞ്ഞ് നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന്. കർണാടകയിൽ പഠിക്കുന്ന പിള്ളേരാണ്, അതുങ്ങളോട് സംസാരിക്കുന്ന എല്ലാം നോർത്ത് ഇന്ത്യൻ പിള്ളേരാണ്. അതുങ്ങൾ ഒടുക്കത്തെ ഇംഗ്ലീഷ്, അവസാനം അതുങ്ങളെ മലയാളം പഠിപ്പിക്കുക നമ്മുടെ പിള്ളേർ. അവസ്ഥയാണത്. നിങ്ങൾക്ക് 4 ആളെ വില തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നല്ലതായിരിക്കണം. പിന്നെ നിങ്ങൾ കുറച്ച് പ്രസൻറ്റബിൾ ആയിരിക്കണം. കൂറ കളിച്ചൊന്നും നടക്കല്ലേ. നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വൃത്തിയായിട്ട് പോകാൻ നോക്കുക. പിന്നെ അവരോട് സംസാരിക്കാൻ നോക്കുക. അതും പേടിത്തൊണ്ടന്മാരെ പോലെ പേടിത്തൊണ്ടികളെ പോലെ സംസാരിക്കില്ല. ധൈര്യമായിട്ട് അവരുടെ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കാനായിട്ട് അടി. ധൈര്യമായിട്ട് മുഖത്തേക്ക് തെറി വിളിക്കാല്ല കേട്ടോ, സംസാരിക്കുക. മൂസിൻ പറഞ്ഞ പോലെ ആർ യു ഓക്കെ, എല്ലായിടത്തും പോയി ആർ യു ഓക്കെ എന്ന് ചോദിക്കില്ല, ഇടിയിട്ട്. അച്ഛനും അമ്മയൊക്കെ ചീത്ത വിളിക്കുമ്പോൾ ആർ യു ഓക്കെ ചോദിക്കില്ല കേട്ടോ. എനിക്ക് നിന്നെ ഡൗട്ടുണ്ട്, നീ ചോദിക്കും ചിലപ്പോൾ. ഉമ്മച്ചി ഇങ്ങനെ ഒരു കുത്തേ തരത്തുള്ളൂ. അപ്പം അടുത്ത അസുഖത്തിൻ്റെ പേരെന്നാ? ഗ്ലോക്കോമ. എന്താ? ഗ്ലൂ അല്ല, ഗ്ലോക്കോമ. ഗ്ലോക്കോമ അസുഖത്തിൻ്റെ പേരെന്നാ? ഗ്ലോക്കോമ എന്ന് പറയുന്നത് കണ്ണിൻ്റെ അകത്ത് പ്രഷർ കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ്. കണ്ണില്ലേ, കണ്ണിൻ്റെ അകത്ത് 2 ഫ്ലൂയിഡ്സ് ഉണ്ടല്ലോ, ഏതൊക്കെ? അക്യൂസ് ഹ്യൂമറും. ഇതിലേത് സാധനമാണ് രക്തത്തിൽ നിന്നും ഉണ്ടായി രക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്? ഏതാ? അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അക്യൂസ് ഹ്യൂമർ രക്തത്തിൽ നിന്ന് ഉണ്ടാകുന്നത് തിരിച്ചെങ്ങോട്ട് തന്നെ പോകണം? രക്തത്തിലോട്ട് പോകണം. എന്തെങ്കിലും ഒരു കാരണവശാൽ അക്യൂസ് ഹ്യൂമർ തിരിച്ചു പോകുന്നില്ലെങ്കിലോ അത് എവിടെ തന്നെ അടക്കും? കണ്ണിൻ്റെ അകത്ത് തന്നെ അടക്കും. കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ അളവ് കൂടുമല്ലോ. അളവ് കൂടുമ്പോൾ കണ്ണൊരു വട്ടം പോലല്ലേ, അതിൻ്റെ അകത്ത് കൂടുതൽ ലിക്വിഡ് കിടന്ന പ്രഷർ കൂടുമല്ലോ. കൂടുതൽ ലിക്വിഡ് കിടന്ന അതിൻ്റെ അകത്തുള്ള പ്രഷർ കൂടുമല്ലോ. കണ്ണിൽ പ്രഷർ കൂടുന്നതുകൊണ്ടുണ്ടാകുന്ന അസുഖമാണ് എന്ത്? ഗ്ലോക്കോമ. അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറയുമ്പോഴേ മനസ്സിലോർത്തോണം, കണ്ണിൻ്റെ അകത്ത് പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരാണ് എന്ത്? ഗ്ലോക്കോമ. നമുക്ക് ഗ്ലോക്കോമ എന്താണെന്ന് നോക്കാവേ. അക്യൂസ് ഹ്യൂമർ ഈസ് ഫിൽഡ് വിച്ച് നറിഷസ് ദ ടിഷ്യൂസ് ഇൻ ദ ഐ. നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡാണ് എന്ത്? അക്യൂസ് ഹ്യൂമർ. ഇത് നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള ടിഷ്യൂസിനൊക്കെ എന്ത് തരും? ആവശ്യമുള്ള പോഷണങ്ങൾ തരും. ഇഫ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ, അണ്ടർലൈൻ ചെയ്തേ, അക്യൂസ് ഹ്യൂമർ ഏതെങ്കിലും ഒരു കാരണവശാൽ തിരിച്ച് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് കോസ് ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻസൈഡ് ഐ. കണ്ണിൻ്റെ അകത്ത് എന്ത് കൂടാൻ കാരണമാവും? പ്രഷർ കൂടാനായിട്ട് കാരണം
കണ്ണിൻ്റെ അകത്ത് എന്ത് കൂടും? പ്രഷർ കൂടും. ദിസ് കോസ് ഡാമേജ് ടു ദ റെറ്റിന. എടാ, അമിതമായിട്ടുള്ള പ്രഷർ കണ്ണിൻ്റെ അകത്ത് വന്നാൽ കണ്ണിലെ റെറ്റിന എന്ന് പറയുന്ന ഭാഗത്തിന് എന്ത് സംഭവിക്കും? ഡാമേജ് സംഭവിക്കും. റെറ്റിന ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്, കാരണം റെറ്റിനയിൽ ഇമേജ് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കാണാനായിട്ട് പറ്റത്തുള്ളൂ. സോ റെറ്റിനയ്ക്ക് എന്ത് സംഭവിക്കും? ഡാമേജ് സംഭവിക്കും. ആൻഡ് ഫോട്ടോ റിസെപ്റ്റർ സെൽ അൾട്ടിമേറ്റ്ലി ലീഡ് ടു ബ്ലൈൻഡ്നെസ്. അപ്പോൾ റെറ്റിനയ്ക്ക് ഡാമേജ് ഉണ്ടാകും, റോഡ് സെൽസിനും കോൺ സെൽസിനും എന്തുണ്ടാകും? ഡാമേജ് ഉണ്ടാകും. ഇതിൻ്റെ ഫലമായിട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തായിട്ട് മാറും? കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളായിട്ട് മാറും. ഇനി ഗ്ലോക്കോമയുടെ ചോദ്യം എപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും? അപ്പോൾ ബി പാർട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ അടുത്ത കിടക്കുന്നത്. ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ്. ഗ്ലോക്കോമ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചികിത്സിക്കാൻ പറ്റും. അതിന് ചികിത്സിക്കുന്ന രീതിയുടെ പേരെന്നാ? ലാസിക് സർജറി എന്നാണ് ഇപ്പം അത് പറയുന്നത്. പണ്ട് ലേസർ സർജറി എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ ചില കണ്ണ് ആശുപത്രിയുടെ പരസ്യത്തിൽ പറയും ലാസിക് സർജറി ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഓർത്തോണം, ലേസർ സർജറി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഗ്ലോക്കോമ എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓർത്തോണം, ലേസർ സർജറി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്ലോക്കോമേനെ പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞേ. അക്യൂസ് ഹ്യൂമറിലൂടെയാണ് കണ്ണിൻ്റെ അകത്തുള്ള ടിഷ്യൂസിന് എന്ത് കിട്ടുന്നത്? പോഷണങ്ങളൊക്കെ കിട്ടുന്നത്. ഈ അക്യൂസ് ഹ്യൂമർ ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? ബ്ലഡിൽ നിന്നല്ലേ? തിരിച്ച് എങ്ങോട്ട് തന്നെയാണ് പോകുന്നത്? ബ്ലഡിലോട്ടാണ്. ഏതെങ്കിലും കാരണവശാൽ അക്യൂസ് ഹ്യൂമർ തിരിച്ച് ബ്ലഡിലേക്ക് പോകുന്നില്ല എങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ ഫലമായിട്ട് കണ്ണിനകത്തുള്ള പ്രഷർ കൂടും, അല്ലേ? പ്രഷർ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് എന്തിനെയൊക്കെ ഡാമേജ് ചെയ്യും? റെറ്റിനേനെ ഡാമേജ് ചെയ്യും, ഫോട്ടോ റിസെപ്റ്റേഴ്സിനെ ഡാമേജ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ അൾട്ടിമേറ്റ്ലി എന്തിലേക്ക് പോകും? ബ്ലൈൻഡ് ആവും, അന്ധന്മാരായിട്ട് മാറും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റും. എന്ത് വഴി? ലേസർ സർജറി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്ലോക്കോമേനെ പരിഹരിക്കാനായിട്ട് പറ്റും. മോനെ ഈത്ത കാറ്ററാക്ട് വായിച്ചേടാ. നമ്മുടെ കണ്ണിനകത്തൊരു ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ലെൻസ് ഒപ്പേക്ക് ആകുക, അതായത് ആ ലെൻസിന് ലൈറ്റിനെ കടത്തിവിടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് തിമിരം. തിമിരം വരുന്ന എപ്പോഴാണ്? ചെറുപ്പക്കാർക്കാണോ പ്രായമുള്ളവർക്കാണോ? നമുക്കറിയാം, പ്രായമായിട്ടുള്ള ആൾക്കാർ മറ്റേ ഒരു കറുത്ത കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട? കാറ്ററാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഓർത്തോണേ, നമ്മുടെ കണ്ണിൻ്റെ അകത്തെ ലെൻസ് ഒപ്പേക്ക് ആയിട്ട് മാറുവാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അസുഖമാണിത് തിമിരം. മലയാളത്തിൽ തിമിരം എന്ന് എഴുതി വെക്കുമോ? എന്താ അതിൻ്റെ പേര്? കാറ്ററാക്ട്. അണ്ടർലൈൻ ചെയ്തേ. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ലെൻസ് ഓഫ് ദ ഐ ബിക്കം ഒപ്പേക്ക് റിസൾട്ടിങ് ഇൻ ബ്ലൈൻഡ്നെസ്. നോക്കിയേ, ഇതിൻ്റെ പ്രത്യേകത എന്നാ? ഇവിടെ നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള ലെൻസ് അതെന്തായിട്ട് മാറും? ഒപ്പേക്ക് ആയിട്ട് മാറും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒപ്പേക്കിൻ്റെ അർത്ഥം എന്നാ? ലൈറ്റിനെ കടത്തി വിടാത്ത അവസ്ഥേനെ പറയുന്ന പേരാണെന്ത്? ഒപ്പേക്ക്. അങ്ങനെ അത് ഒപ്പേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് കടന്നു ചെല്ലുമോ? ലൈറ്റ് കടന്നു ചെല്ലില്ലെങ്കിൽ കാണാൻ പറ്റുമോ? ഇല്ല. ചെയ്യാൻ പറ്റും, അത് പറയാൻ പോവാ. ഓൾറെഡി ഉള്ള ലെൻസിനെ ഒരു സർജറി വഴി ആർട്ടിഫിഷ്യൽ ലെൻസ് വെച്ച് റീപ്ലേസ് ചെയ്താൽ എന്ത് മാറ്റാൻ പറ്റും? തിമിരം മാറ്റാനായിട്ട് പറ്റും. തിമിരത്തിന് സർജറി ഉണ്ട്, നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുള്ളതായിരിക്കും. അത് തിമിരത്തിന് പ്രായമാകുമ്പോൾ ആൾക്കാർ സർജറി ചെയ്യും. അല്ലെങ്കിൽ വിത്ത് ആൻ ആർട്ടിഫിഷ്യൽ ലെൻസ് ഓർ ത്രൂ ലെൻസിനെ വെക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ലെൻസിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ണാടി വെക്കുക എന്നുള്ള അർത്ഥമാണ്. പിന്നെ എന്നാ? അല്ലെങ്കിൽ സർജറി വഴി അതിനെ റീപ്ലേസ് ചെയ്യണം. സർജറി വഴി നമ്മൾ കണ്ണിൻ്റെ അകത്ത് ലെൻസ് എന്ത് ചെയ്ത് വെക്കണം? മാറ്റി വെക്കണം. അപ്പം നമുക്ക് കാറ്ററാക്ട് എന്ന് പറഞ്ഞ അസുഖത്തിനെയും നമുക്ക് ശരിയാക്കാൻ പറ്റും. അതിന് എന്തൊക്കെ ചെയ്താൽ മതി? ഒന്നെങ്കിൽ ലെൻസിനെ റീപ്ലേസ് ചെയ്യണം, രണ്ടാമത് സർജറി. ഈ രണ്ട് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു രോഗത്തെ മാറ്റാനായിട്ട് പറ്റും. അപ്പം എന്താ കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ? അല്ല, അത് എങ്ങനെയാ? എന്താ കാരണം കൊണ്ടാണ് വരുന്നത്? പറ. കണ്ണിൻ്റെ അകത്തെ ലെൻസിന് എന്നാ പറ്റും? ഒപ്പോയോ? ലൈ ആവും. കണ്ണിൻ്റെ അകത്ത് ലെൻസ് ഡ്രൈ ആവും. ആണോ പിള്ളേരെ? ലെൻസ് ഡ്രൈ ആകുന്ന അസുഖമാണോ കാറ്ററാക്ട്? ഏതെങ്കിലും ഒരെണ്ണം പറയട്ടെ. 2 വെള്ളത്തിൽ കാലി ഔട്ടല്ലേ? ഇപ്പം നോക്കി വായിച്ചു, ഇപ്പം ശരിയായി. കണ്ണിൻ്റെ അകത്ത് ലെൻസിന് എന്നാ പറ്റുന്നത്? ലെൻസ് എന്തായിട്ട് മാറും? ഒപ്പേക്കായിട്ട് മാറും. ഒപ്പേക്കായ ലൈറ്റ് കടന്നു വരുമോ? ഇല്ല. ലൈറ്റ് കടന്നു വന്നില്ലേ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ അസുഖത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? കാറ്ററാക്ട്. ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഒന്നുകിൽ ലെൻസ് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ സർജറി, പ്രോപ്പറായിട്ടുള്ള സർജറിയും കാര്യങ്ങളും ഒക്കെ എടുക്കാം. അടുത്ത അസുഖമാണ് കൺജക്റ്റിവൈറ്റിസ്. കണ്ണി സൂക്കേടെന്ന് കേട്ടിട്ടില്ലേ?
നെക്സ്റ്റ് അസുഖത്തിൻ്റെ പേരെന്നാ? നെക്സ്റ്റ് ഡിസീസ് ആണ് കൺജക്റ്റിവൈറ്റിസ്. കണ്ണി സൂക്കേട്. കൺജക്റ്റീവ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്? കണ്ണിൽ കോർണിയ ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെ, സ്ക്ലീറയുടെ ഭാഗത്തിനെ കവർ ചെയ്യുന്ന ഭാഗമാണ് എന്ത്? കൺജക്റ്റീവ. അതൊരു പ്രൊട്ടക്റ്റീവ് കവറും കൂടിയാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നോക്കിയേ, ദിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ ടു ദ കൺജക്റ്റീവ. നമ്മുടെ കൺജക്റ്റീവയ്ക്ക് ഉണ്ടാകുന്ന ഒരു തരം അണുബാധയാണിത്, ഇൻഫെക്ഷനാണിത്. ദ കോസേറ്റീവ് ഓർഗാനിസം മേ ബി ബാക്ടീരിയ, വൈറസ്. ബാക്ടീരിയ കാരണം ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്, വൈറസ് കാരണം എന്തുണ്ടാകാറുണ്ട്? ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട്. രോഗിയുമായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? രോഗം നമ്മളിലേക്ക് എത്തുന്നത്. കണ്ണി സൂക്കേടുള്ള പിള്ളേരെ സ്കൂളിലോട്ട് വിടുമോ? ഇട്ട് കഴിഞ്ഞാൽ എന്നാ പറ്റുന്നത്? അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം കാര്യമൊക്കെ വരും. അവരത് കർച്ചീഫ് ഇട്ട് തൂത്താലും കൈ ഇട്ട് തൂത്താലും നമ്മൾ അതിലൊക്കെ അറിയാതെ എങ്ങനെ പിടിച്ചെന്ന് വെച്ചോ, അവർ പിടിച്ച മേശയിലൊക്കെ നമ്മുടെ കയ്യിലേക്ക് എന്ത് വരും? അതിൻ്റെ അണുക്കൾ വരും. നമ്മൾ ദേഹത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി, അത് എവിടേക്ക് എത്തും? കണ്ണിലേക്ക് എത്തും. ദിസ് ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട് ആൻഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ തന്നെ വീട്ടിൽ സെൽഫായിട്ട് ഐസൊലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ല ക്ലീനായിട്ട് കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നല്ലതായിട്ട് നമുക്കത് കുറഞ്ഞിട്ട് മാത്രം എങ്ങോട്ട് ഇറങ്ങുക? പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ കൺജക്റ്റീവൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫെക്ഷനാണ്. എന്തിന് സംഭവിക്കുന്ന ഇൻഫെക്ഷനാണ്? കൺജക്റ്റീവ എന്ന് പറയുന്ന ലെയറിന് സംഭവിക്കുന്ന ഇൻഫെക്ഷനാണ്. അത് ബാക്ടീരിയ കാരണം വേണമെങ്കിൽ വരാം, വൈറസ് കാരണം വേണമെങ്കിലും എന്ത് വരാം? ആ ഇൻഫെക്ഷൻ വരാം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാനായിട്ട് പറ്റും? നോർമലി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കോണ്ടാക്റ്റ് വഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സണൽ ഹൈജീൻ എത്രത്തോളം പാലിക്കുന്നു അതിനനുസരിച്ച് ആ രോഗത്തെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? മനസ്സിലായോ? വായിച്ചു നോക്കി. ശ്രദ്ധിച്ചേ, പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. കണ്ണ് നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും? വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൺ കെയർ ടു എൻഷുർ ദ ഹെൽത്ത് ഓഫ് ഐസ്? കണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? എന്തൊക്കെ ചെയ്യണം കണ്ണ് ശ്രദ്ധിക്കാനായിട്ട്? റെഡ്യൂസ് ദ യൂസ് ഓഫ് തുപ്പ്. അതായത് ഡിം ലൈറ്റിൽ ഇരുന്ന് മൊബൈൽ അധികം ഉപയോഗിക്കാൻ പാടില്ല, UV പ്രശ്നം ഉണ്ടാവും. പിന്നെ ഏറ്റവും ആദ്യം ഫുഡിൽ എന്ത് ശ്രദ്ധിക്കണം? വൈറ്റമിൻ A അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെ വേണം ആദ്യം അത് എഴുതി വെച്ചോ, ഇൻക്ലൂഡ് വൈറ്റമിൻ A കണ്ടെയ്നിങ് ഫുഡ്സ്. ഇൻക്ലൂഡ്സ് വൈറ്റമിൻ, അപ്പുറത്ത് എഴുതിയിട്ടുണ്ടോ? അത് ഇൻഡിക്കേറ്റർ അല്ലേ, ഉത്തരമായിട്ട് എഴുതി വെക്ക്. ഇൻക്ലൂഡ് വൈറ്റമിൻ A കണ്ടെയ്നിങ് ഫുഡ്സ് ഇൻ ഡയറ്റ്. includes vitamin A containing foods in diet. രണ്ടാവും പറഞ്ഞാൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതല്ലേ? ഇപ്പോൾ എഴുതിക്കോ, റെഡ്യൂസ് ദ ഓവർ യൂസേജ് ഓഫ് ഫോൺ. റെഡ്യൂസ് ദ ഓവർ യൂസേജ് ഓഫ് ഫോൺ. പിന്നെ കണ്ണ് വൃത്തിയാക്കി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴുകുന്നത് നല്ലതല്ലേ? വാഷ് ഐസ് വിത്ത് ക്ലീൻ വാട്ടർ ഫ്രീക്വൻലി. വാഷ് ഐസ് വിത്ത് ക്ലീൻ വാട്ടർ. EYES ഐസ് ആണ്. ഐസ് വിത്ത് ക്ലീൻ വാട്ടർ ഫ്രീക്വൻലി. വാഷ് ഐസ് വിത്ത് EYES ആണ്. ഐസ് വിത്ത് ക്ലീൻ വാട്ടർ ഫ്രീക്വൻലി. Discuss on the base of indicators given below. Indicators: food material rich in vitamin A and health of eye. Excessive use of mobile phone, computer and health of eye. പിന്നെ അവിടെ ഒരു പോസ്റ്റർ വന്നേക്കുന്നത്. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ അവയവത്തിനൊക്കെ എന്നാ പറ്റുന്നത്? നമ്മൾ മരിക്കുന്ന ഉടനെ തന്നെ അവയവമൊക്കെ ഡെഡാവോ? ഇല്ല, കുറച്ച് നേരം കൂടെ അത് ഇലയുമായിരിക്കും. ആ സമയത്തിനുള്ളിൽ ഇത് വേറെ ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാളിലൂടെ അത് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അപ്പം ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ പരിപാടി നല്ലതാണല്ലേ? അല്ലേ? ഓർഗൻ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താ നല്ലൊരു കാര്യമാണ്. നമ്മൾ മരിച്ചതിന് ശേഷം അഴുകിപ്പോകാൻ നമ്മുടെ ശരീരം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുകയാണ്, അത്രയും നല്ലതല്ലേ? നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളായിട്ടുള്ള കണ്ണ്, ഹാർട്ട്, കിഡ്നി, ലിവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ മരിച്ച് ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത് എടുത്തിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റുമോ? ഇല്ല.
മേ യുവർ ഐസ് സീ ദിസ് വേൾഡ് ഈവൻ ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷം നിങ്ങളുടെ കണ്ണുകൾ ലോകം കാണട്ടെ മറ്റൊരാളിലൂടെ. ഐ ഡൊണേഷൻ, ലൈഫ് ഡൊണേഷൻ. നേത്രദാനം, ജീവദാനം. ഇയർ ഇയർ വേണ്ട. ഒബ്സർവ് ദ പോസ്റ്റർ, പ്രിപ്പയർ എ പ്രസൻറ്റേഷൻ ഓൺ ദ പ്രൊസീജിയർ ഓഫ് ഐ ഡൊണേഷൻ ബൈ കളക്ടിങ് ഡേറ്റ ആൻഡ് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. നിങ്ങളുടെ സ്കൂളിലൊക്കെ ഒരു പക്ഷേ നിങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു കാര്യമായിരിക്കും. കണ്ണ് ഡൊണേറ്റ് ചെയ്യുക പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല, നല്ലൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും പേടി കാണും, ഐ ഡൊണേറ്റ് ചെയ്യുമ്പോഴത്തേനും മരിച്ചു കിടക്കുമ്പോൾ എന്നെ കാണാൻ മഹാ ബോറായിരിക്കുമെന്ന്, കണ്ണിൻ്റെ അകത്തുനിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ലെൻസ് മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ചെയ്തായിട്ട് പോലും നമുക്ക് തോന്നത്തില്ല, ലെൻസ് മാത്രമേ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതും കൂടെ ആയിട്ടാണോ പോകുന്നത്? മരിച്ചു കഴിഞ്ഞാൽ ലെൻസിന് നമുക്ക് പൈസ കിട്ടുമോ? ഇല്ല, വെറുതെയാണ്. അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കുവാണെങ്കിൽ അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. കുറേ നേരമല്ലോടാ അത് ചോറ് ചെയ്യുന്നത്, അതിൻ്റെ മാത്രം എന്നാ സെറ്റ് ചെയ്യാനുള്ളത്? അപ്പം ഇത്രയും ഇന്ന് എടുക്കുന്നുള്ളൂ. അത്ര ഒന്ന് പെട്ടെന്ന് വായിച്ച് നോക്കിയേ, എന്നിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം കലാപരിപാടികൾ.